ഹലോ ഗെയ്സ്, അപ്പം ഞാൻ യൂട്യൂബ് നോക്കിയപ്പോഴാണ് ഒരു 3.5 കോടിയിലധികം ആൾക്കാർ കണ്ടിട്ടുള്ള കാലിലെ ടാൻ റിമൂവ് ചെയ്യുന്ന ഒരു ഹാക്ക് കണ്ടത്. അപ്പോൾ വിചാരിച്ച് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ആ വ്യൂസ് കാണിച്ചു തരാം. 3.7 ക്രോസ് വ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. കോഫി, സോഡയും അതുപോലെ തന്നെ നാരങ്ങനീരും. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇത് മൂന്നും എൻ്റെ അടുത്തുണ്ടോ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ദാ കാപ്പിപ്പൊടി ഉണ്ട്. ആരും ഉപയോഗിക്കാത്ത ഏതോ ബ്രാൻഡിൻ്റെ ഒരു കാപ്പിപ്പൊടി ഉണ്ട്. ഇനി വേണ്ടത് സോഡാപ്പൊടി ഉണ്ടോ നോക്കട്ടെ. അതും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കോഫി പൗഡർ നമുക്കൊരു ചെറിയ പാത്രത്തിലെടുക്കാം. പിന്നെ ആരോ വലിച്ചെറിയാൻ എടുത്ത് വെച്ച നാരങ്ങയുണ്ട്. ഇത് വെച്ച് നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വൃത്തികെട്ട കാല്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്ററൊന്നും ഇല്ലാത്ത ക്യാമറ വീടിൻ്റെ ഉള്ളിലായതുകൊണ്ട് വെളിച്ചത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ക്ഷമിച്ചേക്കുക. അപ്പോൾ ആദ്യം നമുക്ക് കോഫി പൗഡർ അങ്ങോട്ട് വിതറാം. ഇത് പൊട്ടിച്ചപ്പോഴാണ് സോഡാപ്പൊടി പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിക്കാം. പൊട്ടിച്ചിട്ട് നമ്മളെ കാലിലങ്ങ് വിതറിയിട്ട് അങ്ങോട്ട് ചുരുക്കാക്കാം. അപ്പം നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ലെമൺ വേണം. ലെമൺ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഉരക്കണം. ഉരക്കുമ്പോൾ തന്നെ തേച്ചൊളിച്ച് കുളിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്നപ്പോൾ എനിക്കിത് കണ്ടിട്ട് തോന്നണം. അപ്പോൾ നമ്മളിതിങ്ങനെ കാൽമിട്ട് അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ മസാജ് ചെയ്യുക. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഹോം റെമഡി ഒന്നും പരീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെയുള്ള ക്രീമുകളൊക്കെ കിട്ടും. നിങ്ങൾ അത് വാങ്ങി ഉപയോഗിക്കുക. ഇനി എന്നെപ്പോലെ അങ്ങനത്തേക്ക് ഉപയോഗിക്കാൻ മടിയാണ്, ഇങ്ങനത്തേക്ക് പരീക്ഷിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ ഇതുപോലെ പരീക്ഷിക്കുക. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ചിലവലത് ശരിയാവും, ചിലവലത് ശരിയാവില്ല. അപ്പം നമുക്ക് നോക്കാം ഇത് ശരിയാകുമോ എന്നുള്ളത്. അതോ എന്നെപ്പോലെ 3.7 കോടി ആളുകളിൽ നിങ്ങളുണ്ടോ, ഇതുപോലെ കണ്ടുപോവുകയാണോ, പരീക്ഷിച്ച് പോവുകയെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ വല്ല ഹാക്കും അറിയെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. നമുക്ക് പരീക്ഷിക്കാം. പറ്റണതാണെങ്കിൽ പരീക്ഷിക്കാം കേട്ടോ. അപ്പം ഈ സോഡയും ലെമണും കാലിനൊട്ടും നല്ലതല്ല എന്ന് നല്ല ബോധമുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്തത് ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര റിസ്ക് ആയത് കാരണം അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ കുറച്ച് പതക്കെ വരുന്നുണ്ട്. സോഡയും ലെമണും ആകുമ്പോൾ അറിയാലോ അതന്നെ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേതൊക്കെ താഴേക്ക് പോയിരുന്നെങ്കിൽ ഇത് നല്ല സുഖമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. വാവ്. ഇതും കടുക് വറ അറിയണ മാതിരി തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കാൽമ മസാജ് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനൊരു 2-3 മിനിറ്റൊക്കെ മസാജ് ചെയ്ത്. അപ്പോൾ അതിന് പിന്നെ കാൽമലൊക്കെ ചെറിയ മുറി, വിള്ളൽ, പൊട്ടലൊക്കെ ഉള്ള ആൾക്കാർ ഒന്ന് സൂക്ഷിച്ചിട്ടിടുക. വേറൊന്നുമല്ല, ലെമണാണ്. നന്നായിട്ട് പുകച്ചിലുണ്ടാവും. നല്ല പുകച്ചിൽ തന്നെയല്ലേ പറയുക. നല്ല വേദന ഉണ്ടാവും കേട്ടോ. എവിടെയെങ്കിലും മുറിയൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങനീര് തട്ടിക്കഴിഞ്ഞാൽ അറിയാലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പരീക്ഷിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് വെറുതെ സ്കിപ്പ് ചെയ്ത് പോവുക. ഇതുപോലത്തെ സാധനങ്ങളൊന്നും പരീക്ഷിക്കാൻ നിൽക്കരുത്. അപ്പം അങ്ങനെ ഇത് നന്നായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് നേരമൊന്നും ഞാൻ കാൽമ വെച്ചുകൊണ്ടൊന്നും ഇരിക്കണില്ല. അപ്പോൾ നമുക്കിത് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കഴുകി കളയാം. കാരണം ലെമണും സോഡാപ്പൊടി കൂടിയാണ് കാലുമ്മ കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ ലെമൺ സോഡ പേസ്റ്റ് ഐറ്റംസൊന്നും കൈമലും കാൽമലും മുഖത്തൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളത്. അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യണത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണത് നിങ്ങളത് ചെയ്യണ്ട എന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോ, നോ പ്രോബ്ലം. അപ്പം അങ്ങനെ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ അതാ ആദ്യം ഇതായത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. മറ്റേത് 2 കാലും കൂടി നമുക്കപ്പോൾ കഴുകി വരാം. കഴുകി നമ്മൾ കാല് വെയിലത്തിട്ടപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. അതാക്കണം അകത്തേക്ക് വന്നപ്പോൾ ഉള്ള കളറും പോയി. പക്ഷെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലോഷൻ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചോളണം കേട്ടോ. അല്ലെങ്കിൽ കാല് നല്ല ഡ്രൈ ആയി പോവും. അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ ലോഷനാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല അടിപൊളി ലോഷനാണ് കേട്ടോ. അപ്പം ഞാനത് ഉപയോഗിച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു, കർട്ടനൊന്നും മാറ്റാത്ത കാരണം. അപ്പം നമുക്കിത് പുറത്ത് പോയിട്ട് എങ്ങനെയുണ്ട് നോക്കാം കാല്. ഓക്കെ അല്ലേ? അപ്പോൾ വെട്ടി തിളങ്ങുന്നു. സത്യത്തിൽ വീഡിയോ ഒക്കെ ഫിൽറ്റർ ഇല്ലാതെ എടുക്കുന്നത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതന്നെ ഞാൻ ഇപ്പുറത്തേക്ക് വെയിലില്ലാത്ത ഭാഗത്തേക്ക് എടുക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ കളർ നോക്കിക്കട്ടാ. അപ്പം ചില വീഡിയോസൊന്നും കണ്ട് ചാടാതിരിക്കുക.
പരീക്ഷണങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാക്കണേ വെയിലേൽക്കുമ്പോൾ കാലം നല്ല അടിപൊളിയായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിലും ഭംഗിയിൽ കാണണമെന്നുണ്ടെങ്കിൽ വല്ല ഇൻസ്റ്റയിലോ സ്നാപ്ചാറ്റിലൊക്കെ ഉള്ള ഫിൽറ്റർ ഇട്ടതാ ഇതുപോലെ അങ്ങോട്ട് എടുത്ത്